സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. അപ്പൊ ഇപ്പൊ ചില ആളുകൾക്ക് ഒരു സംശയയുടെ ബാക്കിയായി, ആയിഷ ബീവിനോട് റസൂലുള്ളാഹിക്ക് എന്തോ സ്നേഹം കൂടുതൽ ഉണ്ടേനോ മുലിയാരെ? അതിനെപ്പറ്റി നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. എന്തോ കൂടുതൽ ബഹുമാനം, എന്തോ സ്നേഹം ഉണ്ടായിരുന്നോ? അതൊരു ചോദ്യാണ്. ഉണ്ടായിരുന്നോ? ചോദിക്കട്ടെ. ആ ചോദ്യത്തിന്റെ ഉത്തരം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പ്രത്യേകമായ സ്നേഹമൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാരോടുള്ള സ്നേഹം തന്നെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ എന്താ ഉണ്ടായത്? മൈലുൽ ഖൽബ് ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് കൂടുതൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടായിട്ടുണ്ട്. കാരണം സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അത്ര ഇൽമുള്ള പെണ്ണായിരുന്നു, അത്ര നല്ല ജീവിതം നയിച്ച പെണ്ണായിരുന്നു. സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളായിരുന്നു. അങ്ങനെ ഒരുപാട് ബഹുമതിയുള്ള മോളാണ് സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. സ്നേഹം ഉണ്ടായിട്ടില്ല, മൈലുൽ ഖൽബ് ഉണ്ടായിട്ടുണ്ട്. സ്നേഹം ഒരുപോലെയാണ്. നമ്മളെ മക്കളോട് അങ്ങനെയാ വേണ്ടത്. ചിലപ്പോൾ കൂടുതൽ പഠിക്കുന്ന മക്കളോട് സ്നേഹം ഉണ്ടാവും, കൂടുതൽ പക്വത കാണിക്കുന്ന മക്കളോട് സ്നേഹം ഉണ്ടാവൂലേ? കൂടുതൽ ബഹുമാനം അത്തരം കുട്ടികളോട് നമുക്ക് മാനസികമായ ഒരു അടുപ്പുണ്ടാകും. അത് നമുക്ക് മാറ്റാൻ കഴിയില്ല, മൈലുൽ ഖൽബ് മാറ്റാൻ കഴിയില്ല. സ്ഥാനത്ത് സമ്പത്തോരി വെക്കുന്ന സമയത്ത് അത് കാണിക്കാൻ പറ്റൂല, കൊടുക്കുന്നതിൽ അത് മാറ്റാൻ കാണിക്കാൻ പറ്റൂല, പണത്തിന്റെ വിഷയത്തില് പറ്റൂല, ജോലിയുടെ വിഷയത്തില് പറ്റൂല. ഒരു വിഷയത്തിലും അതേ മറ്റുള്ളവർക്കുള്ള പോരായ്മയും മറ്റുള്ളവരുടെ പോരായ്മകളും സമ്പത്ത് ഓഹരി വെക്കുന്നതിന് മക്കൾക്കിടയിൽ അതേ വേഗതിരിവ് കാണിക്കാൻ നിർവാഹമില്ല. അവനോട് കൂടുതൽ നിറമുള്ള കുട്ടിയായതുകൊണ്ട് അവൻ അങ്ങനെ ബഹുമാനം അങ്ങനെയില്ല, ഭംഗിയുള്ളത് കൊണ്ട് ഇല്ല, പണത്തിന്റെ ഊക്കുള്ളത് കൊണ്ട് ഇല്ല, ആരോഗ്യത്തിന്റെ പവർ ഉള്ളത് കൊണ്ട് ഇല്ല. അതേ സ്ഥാനത്ത് സ്വാഭാവികമായി നല്ല കുട്ടികളാകുമ്പോ, നമ്മൾ ഇഷ്ടപ്പെട്ടവരാകുമ്പോ കൂട്ടത്തിലെ ഏറ്റവും നല്ലവനാരാണോ അവനോട് എന്തായാലും ഒരു മൈലുൽ ഖൽബ് ഉണ്ടാകും. മക്കൾ എന്താ വേണ്ടത്? ബാപ്പാക്കാരോട് ആ മൈലുൽ ഖൽബ് ഇങ്ങനെ നോക്കി നടന്നാൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഞാൻ 100% വിശ്വസിക്കുന്ന ആളാണ്. എന്റെ ബാപ്പാക്ക് ഏറ്റവും ഇഷ്ടം മക്കളെ കൂട്ടത്തിൽ എന്നോടാണ്. ചിലപ്പോൾ എന്റെ അഞ്ചന്മാരൊക്കെ ഉണ്ടാവും, എന്റെ ജ്യേഷ്ഠങ്ങൾക്ക് ഉണ്ടാവും, പെങ്ങന്മാരൊക്കെ ഉണ്ടാവും. കേൾക്കുന്ന എനിക്ക് പേടിയൊന്നുമില്ല. അവരും അങ്ങനെ ചിന്തിച്ചാൽ അവർക്ക് നല്ല സമാധാനം ഉണ്ടാവും. ഞാൻ ചിന്തിക്കുന്നത് ഏറ്റവും കൂടുതൽ എന്റെ ബാപ്പക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോൻ ഞാനാണ് എന്നാ. അങ്ങനെ ഓരോരുത്തരും വിചാരിച്ചാൽ ഒരു കുഴപ്പമില്ലല്ലോ. അവരാരെങ്കിലും അവരോടാണ് ബാപ്പാക്ക് ഏറ്റവും വലിയ സ്നേഹം എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ അവർക്കെതിരെ ആർക്കെതിരെയും കേസ് എടുക്കാൻ പോകുന്നില്ല. ഞാൻ ഒരാളെയും കേസ് കൊടുക്കാൻ പോകുന്നില്ല, ഒരാളെ അറസ്റ്റ് ചെയ്യാനും പോകുന്നില്ല, ഒരാളെ ആക്രമിക്കാൻ പോകുന്നില്ല, ഒന്നിനും പോകുന്നില്ല. എന്റെ മനസ്സിന്റെ സമാധാനത്തിന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, എന്റെ വാപ്പക്കും എന്റെ ഉമ്മക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നോടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരും അങ്ങനെ വിശ്വസിച്ചോട്ടെ, അതിനെനിക്ക് ചെലവൊന്നുമില്ലല്ലോ. എനിക്കെങ്ങനെ വിശ്വസിക്കുന്നതിനും പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലല്ലോ. മനസ്സമാധാനത്തിന് അതാണ് എപ്പോഴും നല്ലത് എന്നാണ് ഞാൻ പറഞ്ഞത്. സ്ഥാനത്ത് പരസ്പരം കടിപിടി കൂടാൻ അത് കാരണമാകരുത്. അങ്ങനെ ആയാൽ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഞാൻ പറയേണ്ടതില്ലല്ലോ, നിങ്ങൾക്കറിയുന്നതാണ്. ഒരാളെയും അടിച്ചമർത്തിയിട്ട് വിജയിച്ചു കളയാമെന്ന് കരുതരുത്. ഒരാളെയും അടിച്ചമർത്തിയിട്ട് നമുക്കങ്ങ് വാങ്ങിക്കളയാമെന്ന് ചിന്തിക്കരുത്. അടിച്ചമർത്തിയിട്ട് നമുക്കങ്ങ് പുതിയ മേഖലകൾ സൃഷ്ടിച്ചു കളയാമെന്ന് ചിന്തിക്കരുത്. അതാണ് മഹാനായ ഇബ്രാഹിം നബി, അതേ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹോദരങ്ങൾ ചിന്തിച്ചത്. ബാപ്പക്ക് ചെറിയൊരു മൈലുൽ ഖൽബ്, ചെറിയൊരു ചാഞ്ചാട്ടം യൂസുഫ് നബി അലൈഹിസ്സലാമിനോടുണ്ട് എന്നുള്ള ധാരണ വന്നപ്പോ അത് മക്കൾക്ക് സഹിക്കാൻ പറ്റിയില്ല. കുടുംബ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹോദരങ്ങൾ പിടിച്ചു കൊണ്ടുപോയിട്ട് ആരുമില്ലാത്ത പ്രദേശത്തൊരു കിണറിൽ കൊണ്ടുപോയി താഴ്ത്തി. എന്നിട്ടോ കുപ്പായത്തിൽ ചോര പുരട്ടിയിട്ട് വാപ്പന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പറയുന്നു, യൂസുഫിനെ ചെന്നായ പിടിച്ചുപോയി. അലാ നബീന അലൈഹിസ്സലാം. പിന്നെന്തുണ്ടായി? അടിച്ചമർത്തിയിട്ട് കുടുംബത്തിൽ സ്ഥാനം വാങ്ങാന്ന് വിചാരിച്ച സഹോദരങ്ങള് ഭക്ഷണം കിട്ടാതെ പ്രയാസം വന്നപ്പം വിഷമിക്കുന്ന ഘട്ടമെത്തിയപ്പോ അതാ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് എത്തേണ്ടി വന്നു പോയി. അവര് പോലും കരുതിയില്ല ഇത് യൂസുഫ് നബിയാണെന്ന് മനസ്സിലായില്ല. കിണറിൽ കൊണ്ടുപോയി താത്തി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവർ പ്രതീക്ഷിച്ചില്ല. അനുജനെ കുറിച്ച് ചോദിച്ചു, മനസ്സിലായില്ല. അനുജനെ കൊണ്ടുവരാൻ വേണ്ടി താല്പര്യപ്പെട്ടു, കാര്യം പറഞ്ഞു, അനുജനെ കൊണ്ടുവന്നു. ചരിത്രം നിങ്ങൾക്കറിയുന്നതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചെറിയ അനുജനെയും കൊണ്ടുവന്നു. അനുജനെയും പിടിച്ചവിടെ വെച്ചു. എന്നിട്ട് അതാ കാക്കമാരോട് പറയാണ്, ഇത് കൊണ്ടുപോയി ബാപ്പക്കങ്ങ് അണിയിച്ചു കൊടുത്തോ. ബാപ്പാന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടും. എന്നിട്ട് ബാപ്പനെയും കൂട്ടിയിട്ട് വന്നോ. ബാപ്പാന്റെ അടുക്കലേക്ക് പോയിട്ട് അതാ കുപ്പായം ഇടേണ്ട താമസം.
യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സ്മെൽ എനിക്ക് കിട്ടിപ്പോയി. ആ സ്മെല്ലങ്ങ് കിട്ടേണ്ട താമസം ഉപ്പാന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിപ്പോയി. പാപ്പനെയും കൂട്ടിയിട്ട് അവരതാ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് വന്നിട്ട് മാപ്പ് പറഞ്ഞു പോയി. അടിച്ചമർത്തിയിട്ട് കുടുംബ ജീവിതത്തിൽ മറ്റുള്ളവരെയൊക്കെ തകർത്ത് കളയാമെന്ന് വിചാരിക്കരുത്. താൽക്കാലികമായ പണത്തിന്റെ ഊക്കോ, താൽക്കാലികമായ ആരോഗ്യത്തിന്റെ ഊക്കോ, താൽക്കാലികമായ സ്ഥാനമാനങ്ങളുടെ ഊക്കോ, താൽക്കാലികമായ ബാപ്പന്റെയോ ഉമ്മന്റെയോ സ്നേഹത്തിന്റെ ഊക്കോ കൊണ്ടുപോയി ഉപയോഗപ്പെടുത്തിയിട്ട് മറ്റുള്ള ചേട്ടന്മാരെ അനുജന്മാരെ തിമർത്ത് കളയാം, അടിച്ചു കളയാം, പൊറിച്ചു കളയാം എന്ന് ചിന്തിക്കാമെങ്കിൽ ഓ ചെറുപ്പക്കാരാ, ഭരിക്കുന്നൊരു റബ്ബുണ്ട് എന്നുള്ള ബോധം വേണേ. ഭൂമിയിലല്ലെങ്കിൽ ആഖിറത്തിൽ അതിന് പകരം തരാതിരിക്കൂല. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം അതാണ്. അപ്പൊ പിന്നെന്താ വേണ്ടത്? വ്യത്യസ്തമായ അനുഭവങ്ങളും വ്യത്യസ്തമായ രൂപങ്ങളും വ്യത്യസ്തമായ സ്വഭാവങ്ങളും വ്യത്യസ്തമായ ഭാവങ്ങളും വ്യത്യസ്തമായ ജീവിത ശൈലിയും വ്യത്യസ്തമായ മക്കളും വ്യത്യസ്തമായ ഭാര്യമാരും വ്യത്യസ്തമായ ജീവിതവുമായി നമ്മൾ ജേഷ്ഠാനുജന്മാർക്കിടയിൽ അങ്ങ് പിരിയുമ്പോ ആ പിരിയലിലും ഒരു സന്തോഷം കാണാൻ കഴിയും. അവരുടെ ജീവിതത്തിനൊരു പ്രത്യേകമായ നന്മയുണ്ട്. എന്റെ ജീവിതത്തിനും അതുപോലെ ചില നന്മകൾ ഉണ്ടാകാം. അനുജന്റെ ജീവിതത്തിനും പ്രത്യേകമായ നന്മകൾ ഉണ്ടാകാം. അപ്പൊ ഇബ്ലീസ് ഇട്ട് തരുന്നൊരു മന്ത്രമുണ്ട്. ആ മന്ത്രത്തിന്റെ പേരാണ് അവള് വന്നപ്പോഴാണ് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിയത്. അമ്പാര്യ വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള ചിന്താഗതി ഉണ്ടാകാൻ തുടങ്ങിയത്. അവള് വന്നപ്പോഴാണ് നമ്മളെ വീട്ടിലുള്ള ഐക്യം നഷ്ടപ്പെട്ടത്. ഇങ്ങനൊക്കെ തുടങ്ങിയിട്ട് ഇബ്ലീസ് ഉണ്ടാക്കി തരുന്ന ചില പയക്കൂത്തുകളുണ്ട്, ഇബ്ലീസ് തരുന്ന ചില മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങൾ കേട്ടിട്ട് നമ്മൾ അനുജനോട് നിന്റെ ഭാര്യ ശരിയില്ല എന്ന് പറഞ്ഞാൽ, നിന്റെ ചേട്ടന്റെ പതേ ഭാര്യ ശരിയില്ല എന്ന് പറഞ്ഞാൽ, അവൾ ഉണ്ടാക്കിയ കുഴപ്പങ്ങളാണ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സമാധാനം നഷ്ടപ്പെട്ടു പോയി, സന്തോഷം നഷ്ടപ്പെട്ടു പോയി. പിന്നെന്താ വേണ്ടത്? എല്ലാരും എന്നെ പോലെ ആകൂല, എല്ലാരും അവളെ പോലെ ആകൂല, എല്ലാരും ഇവളെ പോലെ ആകൂല. വ്യത്യസ്ത സ്വഭാവങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത ഭാവത്തിൽ നമ്മളെ വീട്ടിൽ ഒന്നിച്ചുണ്ടാകുമ്പോഴാണ് കുടുംബമാകുന്നത്. കൂടുമ്പോൾ വ്യത്യസ്തതകൾ ഉണ്ടായിട്ട് ഇമ്പമുണ്ടാകുന്ന കുടുംബങ്ങളാകണം. വ്യത്യസ്തതകളല്ലേ ഏറ്റവും വലിയ മാധുര്യം എന്ന് പറയുന്നത്. വ്യത്യസ്തതയാണ് ഏറ്റവും വലിയ മാധുര്യം എന്ന് പറയുന്നത്. എല്ലാരും മൊയ്ലിയാമാരാണ്. കൂട്ടത്തിലൊരു മൊയ്ലിയാര് ബിസിനസ്സുകാരനാണ്, ഒരു മൊയ്ലിയാര് മദ്രസയിൽ പഠിപ്പിക്കുന്നയാളാണ്, ഒരു മുസ്ലിയാർ മറ്റൊരു പണിയെടുക്കുന്നയാളാണ്, ഒരു മുസ്ലിയാർ പഠിച്ചിട്ട് നിർത്തിക്കളഞ്ഞിട്ടുള്ള മുസ്ലിയാരാണ്, പേരും കുപ്പായിട്ടിട്ടാണ്. അങ്ങനെയൊക്കെ തുടങ്ങി വ്യത്യസ്തതകൾ ഉണ്ടാകുമ്പോഴാണ് അതിന് ബഹുമാനം ഉണ്ടാകുന്നത്. അത് ഉൾക്കൊള്ളാനുള്ള മനസ്സാ നമ്മൾ സമ്പാദിച്ചെടുക്കേണ്ടത്. എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നിർത്തട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൂടുതൽ സ്നേഹം എന്ന് പറയാനില്ലെങ്കിലും മൈലുൽ ഖൽബ് ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയൂല. ഉപ്പമാരെ, മക്കളോടും ചിലപ്പോൾ മൈലുൽ ഖൽബ് ഉണ്ടാകാം. ചില മക്കളോട് പ്രത്യേകമായ താല്പര്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ അത് നമ്മളെ ജീവിതത്തിലോ സ്വഭാവത്തിലോ സംസ്കാരത്തിലോ ശൈലിയിലോ അവരോടുള്ള പ്രത്യേകമായ അടുപ്പത്തിലോ മറ്റുള്ള മക്കൾക്ക് സംശയം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. അത് ചിലപ്പോൾ മക്കൾക്കിടയിൽ കടിപിടി കൂടാൻ അത് കാരണമാണ്. മക്കൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകാൻ അത് കാരണമാണ്. മക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ അത് കാരണമാണ്. റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നമ്മളെ മക്കളെ റബ്ബ് നന്നാക്കി തരട്ടെ. ഒരാളെയും തരംതിരിച്ച് പറയുന്ന സ്വഭാവക്കാരാകരുത്. ജ്യേഷ്ഠനും അനുജനും, അനുജനും മൂന്നാളുകൾ ഉണ്ടെങ്കിൽ മൂന്നാളെയും ഒരുപോലെ ആകണമെന്ന് വിചാരിക്കരുത്. മൂത്തയാൾക്ക് സ്കൂളിൽ ഭയങ്കര മാർക്കാണ്, രണ്ടാമത്തെ ആൾക്ക് സ്കൂളിൽ വലിയ മാർക്കൊന്നുമില്ല, അവൻ പുസ്തകം ഒന്നെടുത്ത് വായിക്കുന്നത് കാണലില്ല, പരീക്ഷക്കൊക്കെ എപ്പോഴും ജയിച്ചങ്ങ് പോകും. അപ്പോഴേക്ക് നമ്മൾ മൂത്താളെ കണ്ട് പഠിക്കണ്ടടോ നീ എന്ന് ചോദിച്ചിട്ട് അവനെ വേദനിപ്പിക്കരുത്. മൂന്നാമത്തവൻ അതാ രണ്ടിന്റെയും ഇടയിലാണ്. മൂന്നാമത്തെ വേറെ തന്നെ ഒരു കോലത്തിലാണ്. പുസ്തകം അവൻ നിവർത്തി നോക്കൂല, എപ്പം നോക്കിയാലും അവന് കളിയാണ്. മാർക്ക് നോക്കിയാൽ എല്ലാരെക്കാളും അവൻ ജോറാണ്. ഇവനോട് പറയാണ് നീയും പഠിക്കണം, അവരെ പോലെ നീയും പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അവനെ വേദനിപ്പിക്കുന്നവനാകരുത്. വ്യത്യസ്ത രൂപത്തിലാകാം, ഭാവത്തിലാകാം. അതൊക്കെയും ഉൾക്കൊള്ളാനുള്ള മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത്. അപ്പോഴാണ് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കൂടുതൽ കടക്കുന്നില്ല. അപ്പോഴുണ്ടാകുന്ന ചില മൈലുൽ ഖൽബുണ്ട്, ചില മാനസികമായ ചില അടുപ്പങ്ങളുണ്ട്. ആ അടുപ്പങ്ങൾ കൊണ്ടൊരിക്കലും നമ്മൾ അവർക്ക് പ്രത്യേക
പ്രത്യേകമായ പരിഗണന മറ്റുള്ള മക്കൾക്കിടയിൽ കൊടുക്കൽ നിർവാഹമില്ല. അതുകൊണ്ടാ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്രത്തിലേക്ക് ഞാൻ വിശദമായി കടക്കുന്നില്ല. കൂടുതൽ പരിഗണന നൽകിയിട്ട് ഒരാൾക്ക് സ്വത്ത് കൊടുത്തപ്പോ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിഷേധിച്ചത്. ഇരിക്കട്ടെ എന്റെ വയലുകൾക്കും ഈമാനുള്ള മുഅ്മിനീങ്ങളെ, കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന നന്മകൾ പൊട്ടിപ്പൊളക്കുന്ന കുടുംബങ്ങളായി നമ്മളെ കുടുംബങ്ങൾ മാറണോ? വിട്ടുവീഴ്ച മനോഭാവം വേണം. മറ്റുള്ളവരെയും കൂടി ഉൾക്കൊള്ളാനുള്ള മനസ്സ് വേണം. മറ്റുള്ളവരെയും കൂടി മനസ്സിലാക്കാനുള്ള ഹൃദയം വേണം. ആ കൂട്ടത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ സ്വഭാവമാണ്